ഇടതുപക്ഷം വലിയ ധൂർത്തിന്റെ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് പ്രതിപക്ഷ പാർട്ടി അടക്കം ഉന്നയിക്കുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന രീതിയിലാണ് ഫ്ലെക്സ് ബോർഡുകൾ നിരന്നിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ 4ാം വർഷം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലെക്സ് ബോർഡിന് മുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു വിമർശനമാണത്. സർക്കാർ മുൻകൈയെടുത്ത കേരളീയം പോലെയുള്ള പല പരിപാടികൾ, നവകേരള സദസ് പോലെയുള്ള പരിപാടികൾ, അതെല്ലാം സംഘടിപ്പിക്കുമ്പോൾ അതിലെല്ലാം വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളാണ് പലരും ഉന്നയിക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നത് എന്ന വാദമുയർത്തുമ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാം അതിനെ അങ്ങനെ തന്നെ പിന്തള്ളുകയും ചെയ്യുകയാണ്. എന്നാൽ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉദ്ഘാടനം ചെയ്ത CPM സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന് ചെലവായത് 50 കോടിയോളം രൂപയാണ്. നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ എതിർവശത്ത് നിന്ന് സ്പെൻസർ ജംഗ്ഷനിലേക്കുള്ള റോഡിൽ 60,000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിന് മാത്രം ഏതാണ്ട് 42 കോടിയോളം രൂപ ചെലവായതായാണ് പ്രാഥമിക കണക്ക്. അന്തിമ കണക്ക് തയ്യാറാകുമ്പോൾ ചെലവ് തുക ഇനിയും ഉയരാനിടയുണ്ടെന്ന് നേതാക്കൾ വ്യക്തമാക്കി. 2022 AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് എതിർവശത്തുള്ള റോഡരികിൽ 32 സെന്റ് സ്ഥലം വാങ്ങി കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നത്. 14 പേരുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഭൂമി 6.40 കോടി രൂപ വില നൽകിയാണ് സ്വന്തമാക്കിയത്. പിന്നീട് കെട്ടിട നിർമ്മാണം ആരംഭിച്ചപ്പോൾ കെട്ടിടത്തിന്റെ സ്ട്രക്ചറിന് മാത്രം 20 കോടി രൂപ ചിലവായി. പ്രകൃതിക്ഷോഭത്തെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിർമ്മാണ രീതിയാണ് അവലംബിച്ചത്. കെട്ടിടത്തിന് മാത്രം 80ലേറെ പൈലിങ്ങിന് വേണ്ടി വന്നു. സമീപത്തെ കെട്ടിടങ്ങളെ കൂടി സുരക്ഷിതമാക്കുന്നതിനായി 200ലേറെ പൈലിംഗ് ആണ് നടത്തിയത്. ഇതാണ് സ്ട്രക്ചറിന് മാത്രം 20 കോടി രൂപ ചെലവിടാൻ കാരണം. തറനിരപ്പിൽ നിന്ന് 9 നിലകളും താഴേക്ക് 2 നിലകളുമാണ് നിർമ്മിച്ചത്. 2 സെല്ലാർ നിലകളിലായി 40 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും. സ്ട്രക്ചർ പൂർത്തിയായ ശേഷം വയറിംഗ്, പ്ലംബിംഗ്, ഇന്റീരിയർ ഡെക്കറേഷൻ, എയർ കണ്ടീഷൻ യൂണിറ്റ്, സോളാർ വൈദ്യുതി പാനൽ, പെയിന്റിംഗ് തുടങ്ങിയവയ്ക്കായും 20 കോടിയിലേറെ രൂപ ചെലവായി. മിനുക്കുപണികൾ ഇനിയും ബാക്കിയുള്ളതിനാൽ അന്തിമ കണക്ക് വരുമ്പോൾ ഭൂമി വാങ്ങിയതുൾപ്പെടെയുള്ള ആകെ നിർമ്മാണ ചെലവ് 50 കോടി രൂപയ്ക്ക് അടുത്തെത്തിയേക്കുമെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന. പാർട്ടി പ്രവർത്തകരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും പണം പിരിച്ചാണ് CPM പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചത്. ഒക്ടോബർ 15 ബക്കറ്റ് പിരിവ് വഴി കെട്ടിടത്തിനായി പണം സമാഹരിച്ചിരുന്നു. ഉദ്ഘാടന സമ്മേളനത്തോട് അനുബന്ധിച്ച് സുവനീർ ഇറക്കിയും പണം സമാഹരിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് സുവനീറിനായി പരസ്യം പിടിച്ച പണം ശേഖരിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. 50 കോടിയോളം രൂപ ചെലവിട്ട് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം കൂടി ആയതോടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള പാർട്ടിയായി CPM മാറി. ലോക്കൽ കമ്മിറ്റികൾ മുതലുള്ള എല്ലാ പാർട്ടി ഘടകങ്ങൾക്കും സ്വന്തമായി ഭൂമിയും കെട്ടിടവുമുണ്ട്. കണ്ണൂർ പോലെയുള്ള ജില്ലകളിൽ ബ്രാഞ്ചുകൾക്കും സ്വന്തമായി ഓഫീസും സ്ഥലവുമുണ്ട്. ഈ ഭൂമിയും കെട്ടിടവുമെല്ലാം ഓരോ പ്രദേശത്തെയും കണ്ണായ സ്ഥലങ്ങളിലുമാണ്. എന്തായാലും കേരളം പോലെയുള്ള ഒരു ചെറിയ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശക്തിയുള്ള ഒരു പ്രസ്ഥാനമായി ഇടതുപക്ഷം മാറിയിരിക്കുന്നു. തൊഴിലാളി പ്രസ്ഥാനം എന്ന പേരുള്ള, പാവപ്പെട്ടവർക്ക് വേണ്ടി പണിയെടുക്കുന്ന പാർട്ടി എന്ന പേരുള്ള CPM ഇന്ന് കേരളത്തിലെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള ഒരു പാർട്ടിയായി മാറിയിട്ടുണ്ടോ ഇല്ലേ? ആ ചോദ്യം അവശേഷിക്കുകയാണ്.